54 വർഷത്തിന് ശേഷം മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് 2 ദൗത്യയാത്ര ആരംഭിച്ചു. കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വീസ്മാൻ, ജെർമി ഹാൻസൺ എന്നിവരാണ് ദൗത്യസംഘത്തിലുള്ളത്. 10 ദിവസത്തെ ദൗത്യത്തിനായാണ് സംഘത്തിന്റെ യാത്ര. ഇന്ത്യൻ സമയം പുലർച്ചെ 4:05 വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നാണ് അരനൂറ്റാണ്ടിന് ശേഷം പുനരാരംഭിച്ച ചന്ദ്രനെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷമാണ് ദൗത്യം നടക്കുന്നത്. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ മുന്നോട്ടുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വലിയ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഭാവിയിൽ നടത്താനിരിക്കുന്ന ചൊവ്വ യാത്രകൾക്കും ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുന്ന പദ്ധതികൾക്കും പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ദൗത്യത്തിനായി പോകുന്ന ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തില്ല എന്നതാണ് പ്രധാന പ്രത്യേകത. ഒരു തവണ ചന്ദ്രനെ വലം വെച്ച് ഏപ്രിൽ 10 ഭൂമിയിലേക്ക് മടങ്ങും. പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൌൺ ചെയ്യുന്നതോടെ ദൗത്യം പൂർണ്ണമാകും. ഭാവിയിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. നാസയുടെ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന അതിശക്തമായ റോക്കറ്റും ഓറിയോൺ പേടകവും ഉപയോഗിച്ചുള്ള ആദ്യത്തെ മനുഷ്യയാത്രാ ദൗത്യമാണിത്. യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രനിൽ ലൂണാർ ഗേറ്റ്വേ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഈ യാത്രയിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങും. ലൂണാർ ഗേറ്റ്വേ സ്ഥാപിക്കുന്നതോടെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള സ്ഥിര സഞ്ചാരം സാധ്യമാകും. ദൗത്യത്തിൽ ഒരു പാവയും പങ്കാളിയാവുന്നുണ്ട്. റൈസ് എന്ന ചെറുപാവയാണ് 5ാമൻ. ലോകമെമ്പാടുമുള്ള 56 ലക്ഷത്തിലധികം ആളുകളുടെ പേരുകളടങ്ങിയ ഒരു ഡിജിറ്റൽ ആർക്കൈവ് പാവയ്ക്കുള്ളിൽ ഉൾപ്പെടുന്നു. ഇതും ചന്ദ്രനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാസയുടെ സെൻഡ് യുവർ നെയിം ടു ദി മൂൺ ക്യാമ്പയിലൂടെ ശേഖരിച്ച പേരുകളാണിവ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.